ഇപ്പോൾ ഈ പിന്നെ വേറൊരു ഇഷ്യൂ ആണല്ലോ ഇപ്പോൾ വേടൻ്റെ ഇഷ്യൂ. അപ്പോൾ ഈ വേടൻ്റെ ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഡോക്ടർ വിനീത വിജയൻ സംസാരിക്കുന്നത് കേട്ടി. അപ്പോൾ അവർ പറയുന്നുണ്ട് പിന്നെ അതായത് ഈ ഗവൺമെന്റ് പരിപാടിയിലൊക്കെ നേരത്തെ ഗവൺമെന്റിന് ഒരുപാട് പരിപാടികൾ വയ്ക്കും, നൃത്തം, സംഗീതം, ഗവൺമെന്റ് എന്റർടൈൻമെന്റ് പരിപാടി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് കൂടുതലും. നിശാഗന്ധിയിൽ വരും, ടാഗോറിൽ വരും, പിന്നെ പുത്തരിക്കണ്ടത്തൊക്കെ വരും. അത് ഇവിടെയൊക്കെ മിക്കവാറും സ്ഥിരമായി ചില ആളുകളെയാണ് വിളിക്കുന്നത്. അവർ സവർണ ഇതിന്റെ ഭാഗമായിട്ട്, മ്യൂസിക്കിന്റെ ഒക്കെ ഭാഗമായിട്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഈ TM കൃഷ്ണയ്ക്ക് MS സുബ്ബലക്ഷ്മി അവാർഡ് കൊടുത്ത പ്രശ്നം ഉണ്ടായില്ല മ്യൂസിക് ക്ലബ്ബിൽ. അതേപോലത്തെ പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ ഈ വേടനെ പോലത്തെ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് അയാളെ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലത്തെ ചിലരെ ടാർഗറ്റ് ചെയ്യുന്നത്. സിനിമയിൽ ചില ആളുകൾ വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന സോക്കോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ പിന്നെ ഇതാക്കുന്ന അവർ പല കാര്യങ്ങളെയും കൊണ്ടുവരുന്ന അവരുടെ ആ ഇക്വേഷനെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നത്തെയാണ് അവർ അനുഭവിക്കുന്നത്. അത് പലതരത്തിലുള്ള അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഈ പടങ്ങൾക്കെതിരെ. ഈ പടങ്ങളെല്ലാം വളരെ വളരെ മികച്ച സിനിമകളും ഇതാണ് ഉദാത്ത സിനിമ എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് വേറെ വിഷയം. ഈ പറയുന്ന പല പടങ്ങളും ഞാൻ വിമർശിക്കുന്നുണ്ടാവും, അതെന്റെ മറ്റൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെ ഇത്തരത്തിലൊരു ദുരാരോപണം കൊണ്ടുവരുന്നത് ഒട്ടും തന്നെ ഒരു ശരിയായ കാര്യമല്ല.